ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നൊരു സിമ്പിളായിട്ടുള്ള ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചുറ്റും മാസ്കിംഗ് ടേപ്പാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. 3 ലെയറായിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ഒരു പെയിൻറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ സ്പോഞ്ച് യൂസ് ചെയ്താണ് ബോട്ടിൽ അപ്ലൈ ചെയ്യുന്നത് പെയിൻറ്റ്. നിങ്ങൾക്ക് ഒന്നിയും ബ്രഷോ യൂസ് ചെയ്യാം. സ്പോഞ്ച് യൂസ് ചെയ്താൽ നല്ല വൈറ്റ് കവറേജ് കിട്ടും കേട്ടോ. നമ്മൾ ഡിഷ് വാഷൊക്കെ കഴുകുന്ന സ്പോഞ്ച് എടുത്താൽ മതി. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക പെയിൻറ്റ്. ഞാനൊരു ടീൽ കളറായിട്ടുള്ള പെയിൻറ്റാണ് വരുന്നത്, ഒരു ബ്ലൂവിൻ്റെ ഷെയ്ഡ്. അത് ഫസ്റ്റ് മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ച ആ ഒരു ലെയറിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിങ്ക് കളറാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സ്പോഞ്ച് കൊണ്ട് പതിയെ ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല കവറേജിൽ കിട്ടും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ഒരു കോട്ട് വൈറ്റ് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ കൊടുക്കുന്നില്ല, ഇങ്ങനെ തന്നെയാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. അതാകുമ്പോൾ നല്ല ഡാർക്ക് കളേഴ്സ് ആണെങ്കിൽ വൈറ്റ് പെയിൻറ്റ് അപ്ലൈ ചെയ്യേണ്ടി വരില്ല. ലൈറ്റ് കളേഴ്സ് ആണെങ്കിൽ ഒരു കോട്ട് വൈറ്റ് പെയിൻറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ കൊടുക്കുകയാണെങ്കിൽ നല്ല കവറേജിൽ കിട്ടും. ഫുൾ ആ ബോട്ടിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഇത് 2 ലെയേഴ്സും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പെയിൻറ്റ്. നല്ല കവറേജിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്യുന്ന ഓരോ ലെയേഴ്സിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യാനാണ്. 3ാമത്തെ ലെയറിനായിട്ട് ഞാനൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ ആക്രിലിക് കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതും ഒന്ന് സ്പോഞ്ച് കൊണ്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പതിയെ നമുക്ക് ആ മാസ്കിംഗ് ടേപ്പ് ബോട്ടിലൊന്ന് ഉണങ്ങിയതിന് ശേഷം, നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം ഈ മാസ്കിംഗ് ടേപ്പ് പതിയെ ഒന്ന് ഊരി കൊടുക്കുക. അപ്പോൾ നല്ല ക്ലിയർ ഗ്ലാസ് ആയിട്ട് കിട്ടും. നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാനായിട്ട്. ഓരോ ലെയേഴ്സിൻ്റെ ഇടയിലും ഈ ഗ്ലാസ് കൂടെ വരുമ്പോൾ നല്ല ഭംഗിയിലുണ്ടാവും. പതുക്കെ വേണം ഊരി കൊടുക്കാനായിട്ട്. പെയിൻറ്റ് അതിൻ്റെ കൂടെ ഊരി വരാണ്ടിരിക്കാൻ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കണം. ഞാനതുപോലെ ഓരോ ലെയേഴ്സും റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബോട്ടിൽ അവസാനം എല്ലാ ലെയേഴ്സും ഉണങ്ങി നല്ലവണ്ണം ഡ്രൈ ആയതിനു ശേഷം ഒരു കോട്ട് വാർണിഷ്, ക്ലിയർ വാർണിഷ് കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ബോട്ടിൽ സെറ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അതേ ഓരോ ലെയേഴ്സും നല്ല ഡിഫറൻഷ്യേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി മുകളിലത്തെ ആ ഒരു ലെയറൂടെ റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഒരു ഒട്ടിക്കുന്ന ലേസോ പോലത്തെ എന്തെങ്കിലും മുകളിലത്തെ ക്യാപ്പിൻ്റെ പോർഷനിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഇത് ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ലെയേഴ്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാലോ. ലാസ്റ്റ് ലുക്ക് എങ്ങനെയാണ് വന്നിട്ടുള്ളത്, നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്.